الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുവാനും രഹസ്യത്തിലും പരസ്യത്തിലും അവനെ ഭയപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്, സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മുന്നിലേക്ക് സമാഗതമാകാൻ പോവുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനിലേക്ക് സർവവും സമർപ്പിച്ചുകൊണ്ടും തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞ് പരിശുദ്ധമായ റമളാനിനെ വരവേൽക്കേണ്ട ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. കൂടുതലും ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ റജബിലും ശഅബാനിലും റമളാനിനെ നമുക്ക് ഉണർത്തി തരുന്നത്. ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ 2 മാസത്തിലും നമുക്ക് റമളാനിനെ കുറിച്ചൊരു ഉണർവ് ഏകുന്നത് നമ്മളിലേക്ക് സമാഗതമാകുന്ന റമളാനിനെ വേണ്ടവണ്ണം ആദരിക്കാനാണ്. ആദരിക്കൽ, ബഹുമാനിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ റമളാൻ മാസത്തിൽ കേവലം ഒരു നോമ്പ് പിടിച്ചുകൊണ്ടതിനെ ബഹുമാനിക്കലല്ല, കുറേ കഞ്ഞി കൊടുത്ത് ബഹുമാനിക്കലല്ല, കുറേ നോമ്പ് തുറപ്പിച്ച് ബഹുമാനിക്കലല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുപോയ പാളിച്ചകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞ് ഈ റമളാൻ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, ഈ ഒരു മാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവൻ ഈ റഹ്മത്തിൽ നിന്ന് പരിപൂർണമായി അകന്നു പോകട്ടെ എന്ന് പ്രവാചകൻ ചെയ്ത ദുആയുടെ സമയമാണിത്. അതുകൊണ്ട് ഈ ദിവസം കഴിവതും പ്രയോജനപ്രദമാക്കണം എന്നുള്ള ചിന്തയോടുകൂടി അവൻ റമളാനിനെ ആദരിക്കണം. നമുക്കൊരു റമളാൻ വന്നു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു റമളാനും കൂടി ജീവിക്കാനൊരു ഭാഗ്യം അല്ലാഹു നൽകി, അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു റമളാനും കൂടി നമുക്ക് കിട്ടി. ആ റമളാൻ മാസത്തിൽ കഴിവതും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും നമ്മുടെ തെറ്റുകുറ്റങ്ങളെടുത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുവാനുമുള്ള ഒരു അവസരമായി നമ്മൾ ഈ ദിവസത്തെ കാണണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മനസ്സിന് സമാധാനമില്ലാതെ ജനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിതിപ്പോൾ. മനസ്സമാധാനം ഇല്ല. ആരെക്കൊണ്ടും, വീട്ടുകാരെ കൊണ്ടും, മക്കളെ കൊണ്ടും, കുടുംബങ്ങളെ കൊണ്ടും ഒന്നും മനസ്സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുന്ന സമയത്ത് മനസ്സമാധാനത്തിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നല്ലാതെ മറ്റു മാർഗമില്ല. അള്ളാഹുവിലേക്ക് അടുക്കുക.
പടച്ചവനിലേക്ക് അടുക്കുക. സമാധാനത്തിന്റെ ഉറവിടം, അതിൻ്റെ താവളം, അതിൻ്റെ ഒടുക്കം, അതിൻ്റെ തുടക്കം എല്ലാം അല്ലാഹുവാണ്. അലാ ബിദിക്രില്ലാഹ്, അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കുക. ആ ഓർക്കലിലൂടെ തത്മഇന്നുൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, സമാധാനം ഉണ്ടാകും. നമ്മളൊരു കോൺസെൻട്രേഷനായി ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഒന്ന് ആരാധിച്ച് ദിക്ർ ചൊല്ലി ഒന്ന് ദുആ ചെയ്ത് നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുമായി ഒന്ന് പങ്കുവെച്ച് നോക്ക്. മാനസികമായി നമുക്ക് വലിയ റാഹത്തുണ്ടാവും, വലിയ റാഹത്തുണ്ടാവും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ നമ്മൾ ഇന്ന് വിട പറഞ്ഞു. ഇനി അള്ളാഹു തൗഫീഖ് ചെയ്താൽ, അള്ളാഹു തൗഫീഖ് നമുക്ക് ചെയ്യുമാറാകട്ടെ, അടുത്ത ജുമുഅ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നോമ്പിലായിരിക്കും. അള്ളാഹു അതിനുള്ള ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ വരവേൽക്കുന്നതിനാണ് 2 മാസമേ നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തുന്നത്. നഷ്ടപ്പെട്ടു പോകരുത് ആർക്കും, ഒരു നിലയ്ക്കും അതിൻ്റെ ഒരു ഇബാദത്തുകൾക്ക് കുറവ് വരരുത്. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് ഒരു നിലയ്ക്കും നമ്മൾ ഉദാസീനത കാണിക്കുകയേ ചെയ്യരുത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ പരിപൂർണമായി ഓതി അതിനോടുള്ള ഹക്ക് നിർവഹിക്കൽ എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി ഇന്നു മുതലേ പണിയെടുക്കണം. റമദാൻ തീരുന്നതിന് മുമ്പ് ഒരു ഖത്തമെങ്കിലും എനിക്ക് തീർത്തിരിക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലേലും ശരി. ഇല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ നമ്മൾ നല്ല മറുപടി പറയേണ്ടി വരും. ഈ ഖുർആൻ നമുക്കെതിരെ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയും. സ്വഹാബാക്കളൊക്കെ ഖുർആൻ കൊണ്ട് ജീവിച്ചവരാണ്. അവരുടെ ജീവിതമേ ഖുർആൻ ആയിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ കരച്ചിലോടെ കരച്ചിലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിനോട് അടുത്ത് കിടക്കുന്ന സമയം, സുഖമില്ലാത്ത സമയം, ഇമാമത്ത് നിൽക്കാൻ പോലും നബി തങ്ങളെ കൊണ്ട് കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സഹാബാക്കളോട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, നീ നിന്റെ ഉപ്പയോട് ഇമാമത്ത് നിൽക്കാൻ പറ, നിന്റെ ഉപ്പ ഇമാമത്ത് നിൽക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയെ, എൻ്റെ ഉപ്പയെ കൊണ്ട് ഇത് സാധിക്കൂല. എൻ്റെ ഉപ്പ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അദ്ദേഹം ഖാന ബക്കാഅൻ ഇൻദ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് എടുത്താൽ അദ്ദേഹം പൊട്ടിക്കരയും. അങ്ങയുടെ അവസ്ഥ ഈ ഒരു കാലിൽ ഈ ഖുർആനും കൂടെ ഓതി ഇതിങ്ങനെ അദ്ദേഹം നമസ്കാരത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനോടത് പറയരുത് എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏർപ്പാട് ചെയ്തപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ സ്വഭാവം എന്താ? ഖാന ഇൻദ കിതാബിഹി ഖാന ബക്കാഅൻ ഇൻദ കിതാബില്ല. കരയും, കരച്ചിൽ കരച്ചിൽ കരച്ചിൽ. ഖുർആൻ ഓതുമ്പോഴുള്ള കരച്ചിൽ. അല്ലാഹു ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ കരയാണ്. നമുക്ക് കണ്ണിന് ഈറൻ അണിയേം വേണ്ട, ഒന്ന് എടുത്തു വെച്ച് നോക്ക പോലും ഇല്ലല്ലോ. ഈ ഇരിക്കുന്ന ഖുർആനൊക്കെ നമ്മളെ ശപിക്കായിരിക്കും. ഈ ഖുർആൻ ഒന്നും വെറുതെ നിങ്ങൾ വാങ്ങി പള്ളികളിലും മദ്രസകളിലൊന്നും കൊടുക്കരുത്. എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. ഇതൊരു നേർച്ച വസ്തുവായിട്ട് ചെയ്യരുത്. നിങ്ങൾ ഇത് ഓതുന്നവർക്ക് കൊടുക്കും. നിങ്ങൾ ഹാഫിളീങ്ങളാകുന്ന ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളുടെ മദ്രസയിൽ ഹിഫ്ള് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഖുർആൻ വാങ്ങി കൊടുക്ക്. ആ മദ്രസകളിൽ കൊണ്ട് കൊടുക്ക്, അവരെ ഓതട്ടെ. പള്ളികളിൽ കൊണ്ടുവച്ചിട്ട് ആരെടുക്കുന്നു ഇത്? ആര് ഓതുന്നു ഇത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിന്റെ മുന്നിൽ അദ്ദേഹം സർവവും മറന്ന് അസ്തപ്രജ്ഞനായി നിന്നുപോകും. ഹദീസിൽ കാണാം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രീതി അതായിരുന്നു. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ഒരൊറ്റ നിപ്പാണ്. ഖാന വഖാഫൻ എന്നാണ് പറയുന്നത് ഹദീസിൽ. ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിന്നു പോകുന്നു അദ്ദേഹം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീനാണ്, 3-ാം ഖലീഫയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് അദ്ദേഹം വെട്ടേറ്റ് പിടയുന്ന സമയത്തും അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക ഖുർആൻ.
ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വിട്ടിട്ടുള്ള കളിയില്ല. അതായിരുന്നു സഹാബാക്കൾ. പരിശുദ്ധ റമദാൻ ഖുർആനിന്റെ മാസം. റമദാൻ ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ നമുക്ക് അല്ലാഹു തആല എത്തിച്ചെന്ന മാസമാണ്. കൂടുതൽ കൂടുതൽ ഓതിയാൽ അതിൻ്റെതായ ഗുണവും സവാബുമുള്ള മാസമാണ് റമദാൻ. ആ റമദാൻ ദഖല റജുലുൻ അൽ ജന്നത ബിശഫാഅത്തിൽ ഖുർആൻ ബിശഫാഅത്തി സൂറത്തുൽ മുൽക്ക്. ഖുർആനിലെ ചില സൂറത്തുകൾ അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക്, ഖുർആൻ, ഇതൊക്കെ നമുക്ക് നാളെ ശഫാഅത്ത് ചെയ്ത് ഒരു വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ ആ ഖുർആനിന്റെ മാസമായ ഈ റമദാനിൽ ആ ഖുർആൻ നമ്മൾ എടുക്കണ്ടേ? അതൊന്ന് പാരായണം ചെയ്യണ്ടേ? നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് സുഹൃത്തുക്കളെ. അമാ ഇന്ന നബിയക്കും, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കാണ്. അമാ ഇന്ന നബിയക്കും ഖാൽ, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. ഈ ഖുർആൻ കൊണ്ട് ചിലരെ അല്ലാഹു തആല ഉയർത്തും, ഈ ഖുർആൻ കൊണ്ട് ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കും. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യുളില്ലു ബിഹി മൻ യശാ വയഹ്ദി ബിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ ഈ ഖുർആനിനെ അല്ലാഹു ഉപയോഗിക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ പിഴപ്പിക്കാനും ഈ ഖുർആൻ കൊണ്ട് അല്ലാഹു തആല ഉപയോഗിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഖുർആനിന്റെ മഹത്വം അതാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മുടെ മക്കളോട് മാതാപിതാക്കൾ പറയാറുണ്ടോ, ഈ ഖുർആൻ എടുത്ത് വെച്ച് ഓതടി, ഖുർആൻ എടുത്ത് വെച്ച് ഓതടാ? പരിശുദ്ധ ഖുർആനുമായി ഈ മക്കൾക്ക് ബന്ധമില്ലാത്തതല്ലേ സ്വന്തം മാതാപിതാക്കളെ പോലും കൊന്നുകളയുന്ന ഒരു ദുരന്തത്തിലേക്ക് ഈ മക്കൾ എത്തിച്ചേർന്നത്? ഭൗതികമായ തലങ്ങളിലെല്ലാം ഏത് മേഖലകൾ അവർക്ക് പുൽകാൻ കഴിയുമോ അതിനുള്ള വഴികൾ മുഴുവനും നമ്മൾ അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഖുർആനിന്റെ വഴികളിലേക്ക് നമ്മുടെ മക്കളെ തെളിച്ചു വിടുന്നില്ല. ഒരു ഹാഫിളായ ഒരു കുട്ടി ഏതെങ്കിലും വാപ്പാടെ തലയടിച്ച് കൊന്നതായിട്ടോ, അല്ലെങ്കിൽ ഒരു ഹാഫിളായ കുട്ടി ആത്മഹത്യ ചെയ്തതായിട്ടോ, ഒരു ഹാഫിളായ കുട്ടി തൻ്റെ ഉമ്മയെ കഴുത്തറുത്ത് കൊന്നതായിട്ടോ നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയോ? കാരണം ഖുർആൻ നൂറാണ്, പ്രകാശമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ പ്രകാശമാണ്, വെളിച്ചമാണത്. ആ നൂറ് നമ്മുടെ കൽബിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉമ്മയെ ഉമ്മയായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഉപ്പയെ ഉപ്പയായിട്ട് കാണാൻ കഴിയും, പെങ്ങളെ പെങ്ങളായിട്ട് കാണാൻ കഴിയും. നമ്മുടെ ഈ നാട്ടിലല്ലേ ഇത്ര വലിയ സാംസ്കാരിക പ്രബുദ്ധരായ കേരളത്തിൽ സ്വന്തം ഗർഭിണിയായ പെങ്ങളെ പോലും ആങ്ങളമാർ ലൈംഗിക ഇച്ഛയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലത്തിലേക്ക് ഈ ലോകം അധപ്പതിച്ചു പോയെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഭവം എന്താണ്? നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മൾ മനസ്സിലാക്കണം, ഒരു കാലഘട്ടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹബീബേ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറയാത്തതൊന്നും ഈ ലോകത്ത് നടക്കില്ല. പക്ഷെ നമുക്കിപ്പോഴും ദുനിയാവിനോടുള്ള ആ ഒരു പ്രേമവും അതിനോടുള്ള ഒരു സ്നേഹവും അതിനോടുള്ള അദമ്യമായ ആ മോഹവും നമുക്ക് വിട്ടിട്ടില്ല. ആഖിറത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് വല്ല ബോധം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വളരെ വ്യക്തമായി ആഖിർ സമാനിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പഠിക്കണ്ടേ? അത് പഠിക്കാൻ മദ്രസയിൽ വരണ്ടേ? അത് പഠിക്കാൻ മക്കളെ അതിനുവേണ്ടി പ്രാപ്തരാക്കണ്ടേ മാതാപിതാക്കൾ? എന്നാലല്ലേ വാപ്പയുടെ മഹത്വം എന്തെന്നും ഉമ്മയുടെ മഹത്വം എന്തെന്നും ഈ മക്കൾ മനസ്സിലാക്കുള്ളൂ. മദ്രസയിൽ 2 മണിക്കൂർ അരമണിക്കൂർ പഠിക്കാൻ വിട്ടത് കൊണ്ട് അവൻ എന്താവാൻ, ഏത് കോലത്തിലെത്താൻ? ബാക്കി 8 മണിക്കൂർ 9 മണിക്കൂർ ഭൗതികതയ്ക്ക് കൊടുത്തിട്ട് മദ്രസയ്ക്ക് കൊടുക്കുന്ന 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂർ കൊണ്ട് വാപ്പയെ എങ്ങനെ മനസ്സിലാക്കും ഇവൻ? ഉമ്മയെ എങ്ങനെ മനസ്സിലാക്കും ഇവൻ? ശരീഅത്തുൽ ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കും ഇവൻ? നമ്മൾ ചിന്തിച്ചു നോക്കി. നമുക്ക് ഏതാണ് ആവശ്യം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ഈ മകനെയാണ് ആവശ്യം. ഈ മകനെ കൊണ്ട് ദുനിയാവിലില്ല ആവശ്യം. ദുനിയാവിലും ഈ മകൻ വേണം, ആഖിറത്തിൽ നമുക്ക് ഈ മകൻ വേണം. അപ്പൊ ആ മകനെ ആ നിലയ്ക്ക് നമ്മൾ ജീവിപ്പിക്കണം. ഇസ്ലാമിക സംസ്കാരത്തോടു കൂടി ജീവിപ്പിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് ഉലമാക്കളുണ്ട്, മദ്രസകളുണ്ട്, പള്ളികളുണ്ട്. ആ വഴിയിലേക്ക് അവരെ തെളിച്ചുവിടണം. അതിനാരാ തയ്യാറാക്കേണ്ടത്? മാതാപിതാക്കൾ.
മാതാപിതാക്കൾ തയ്യാറാകണം. എല്ലാ നിലയ്ക്കും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത്, അവർക്ക് വേണ്ട പൈസയും കൊടുത്ത്, വണ്ടിയും വാങ്ങിക്കൊടുത്ത്, അവരെ നമ്മൾ അങ്ങോട്ട് മേയാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തു. എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യാനാണ്, നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അവരോട് പറയാനല്ലേ പറ്റുള്ളൂ, നമുക്കെന്താ ചെയ്യാനാ? ഇങ്ങനെ പറയുന്ന വാപ്പ ഉമ്മയായി മാറി മകന്റെ മുന്നിൽ അടിമപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അപ്പോൾ വാപ്പായും മകനും തമ്മിലുള്ള ബന്ധം അവിടെ മുറിഞ്ഞു. അപ്പം ആ മകൻ കൊടുവാളെടുക്കും, എൻ്റെ വാപ്പ അല്ല ഇത്, എൻ്റെ ഉമ്മ അല്ല ഇത്, തട്ടിയേക്കാം, ഇനി എന്തിന് ഗുണം? അതാണ് ചിന്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, ഒരു കാലം വരും അന്ന് മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് പട്ടിക്കുട്ടിയെ വളർത്തലാണ്. ഇദഖ്തറബ സമാൻ അൻ യുറബ്ബിയ റജുലു ജർവൻ ഐ വലദുൽ കൽബ് ഖൈറുൽ ലഹു മിൻ അൻ യുറബ്ബിയ വലദൻ ലഹു ഔ കമാ ഖാലൽ ഇസ്ലാം. പട്ടിക്കുട്ടിയെ വളർത്തലാണ് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠം. ഒരു കാലം അങ്ങനെ വരും എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാവുന്നു. നമുക്ക് മനസ്സിലാവുന്നു മക്കളെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന്. പണ്ടൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു പഴമൊഴി പറയും, ഇവനെയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഒരു 10 വാഴ വെച്ചിരുന്നെങ്കിൽ കൊലയെങ്കിലും വെട്ടി വിൽക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഒരു തമാശയ്ക്കെങ്കിലും ഈ മക്കളുടെ കുരുത്തക്കേട് കാണുമ്പം പറയുന്നത് പോലെ ഇപ്പോൾ അത് യാഥാർത്ഥ്യമല്ലേ? ഇപ്പോൾ അത് യാഥാർത്ഥ്യമായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹദ്ദിസു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ബൈന യദൈ സാ, ലോകാവസാനത്തോടുകൂടി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അൽ ഹറജ്. കൊല അധികരിക്കും. നബിയുനാ ഷഫീന റസൂലുള്ളാഹി, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൊല അധികരിക്കുന്ന ഒരു കാലഘട്ടം വരും. ഖാലു വമൽ ഹറജു യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്താണ് ഹറജ് നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ മറുപടി പറഞ്ഞു, അൽ ഖത്ൽ വൽ കദിബ്, കളവും കൊലയും അധികരിക്കും. ഈ രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊന്നി പറഞ്ഞത്. ആഖിർ സമാൻ, ലോകാവസാനത്തിൻ്റെ അടയാളം എന്ന നിലയിൽ ആഖിർ സമാൻ, ഈ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. 1 അൽ ഖത്ൽ, കൊല അധികരിക്കും. 2 അൽ കദിബ്, കളവ് അധികരിക്കും. ഉടനെ സഹാബാക്കൾ ചോദിച്ചു, അക്സറു മിമ്മാ നഖ്തുലുൽ ആൻ, ഇന്ന് നമ്മൾ കൊല്ലപ്പെടുന്നത് പോലെ, അതായത് ആ കാലഘട്ടത്തിൽ ഈമാനും ഷിർക്കും തമ്മിലുള്ള യുദ്ധം, സമരത്തിൽ കൊല്ലപ്പെടുമല്ലോ ധാരാളം ആളുകൾ, ഇരുഭാഗത്തു നിന്നും കൊല്ലപ്പെടും. അപ്പൊ ഇതിനേക്കാളും കൊല അധികരിക്കുമോ നബിയെ? നബി ഉദ്ദേശിച്ചത് അതാണോ എന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്നതിനേക്കാളും അധികരിക്കുന്ന കൊലയായിരിക്കുമോ ആ കാലഘട്ടത്തിൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുകയാണ്. ജിജ്ഞാസയാണ്. ഇന്നിപ്പോൾ ഇവിടെ ശത്രുക്കളുമായിട്ട് അവർ ഏറ്റുമുട്ടുകയാണ്. അവിടെ സഹാബാക്കൾ തമ്മിൽ ഈമാനും കുഫറും തമ്മിലുള്ള സംഘട്ടനമാണത്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘട്ടനമാണത്. അതിൽ നിന്ന് ധാരാളം പേര് വധിക്കപ്പെടും, കൊല്ലപ്പെടും, ഷഹീദാക്കപ്പെടും. അതേപോലെ ഒരു കാലഘട്ടമാണോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ മറുപടി പറഞ്ഞു, അതല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അത് സത്യവും അസത്യവും നിലനിൽക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്നത് ഹത്താ യഖ്തുല റജുലു ജാറഹു, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ തൻ്റെ അയൽവക്കക്കാരനെ കൊന്നുകളയും. വയഖ്തുല അഖാഹു, അവൻ്റെ സ്വന്തം സഹോദരനെ കൊന്നുകളയും. വയഖ്തുല അമ്മഹു, അവൻ്റെ പിതൃവ്യനെ കൊന്നുകളയും. വയഖ്തുല ഇബ്ന അമ്മിഹി, അവൻ്റെ പിതൃവ്യൻ്റെ മക്കളെ കൊന്നുകളയും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിത് പറഞ്ഞപ്പോൾ ഖാലു, സഹാബത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്താ നബിയെ, ഉപ്പയെ കൊല്ലുമെന്നോ ഉമ്മയെ കൊല്ലുമെന്നോ സ്വന്തം സഹോദരനെ കൊല്ലുമെന്നോ അയൽവക്കക്കാരനെ കൊല്ലുമെന്നോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ,
സഹാബാക്കൾക്ക് അത്ഭുതം. സ്വന്തം പിതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, മാതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ആങ്ങളയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, പെങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, അയൽവക്കക്കാരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, കൂട്ടുകാരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന് അത്ഭുതമല്ലേ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ സംഭവിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ സംഭവിക്കും, ലോകാവസാനത്തിനെല്ലാം സംഭവിക്കും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമഅനാ ഉഖൂലുന, ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കാമില്ലേ? അതുകൊണ്ടല്ലേ ലക്ഷ്യം എന്താണ്? അവന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ബുദ്ധി പ്രശ്നമാണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല, അവന്റെ ബുദ്ധിയുടെ പ്രശ്നമല്ല, അവന്റെ ബുദ്ധിയൊക്കെ പോയി, നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന്റെ ബുദ്ധി ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അവരുടെ ബുദ്ധി ക്ഷയിച്ചു പോയി, തകർന്നു പോയി, നശിച്ചു പോകും. അതിൻ്റെ അർത്ഥം എന്താ? MDM അടിച്ച്, കഞ്ചാവ് അടിച്ച്, ലഹരി അടിച്ച് അവൻ്റെ ബുദ്ധി നശിച്ചിട്ട് വാപ്പ ആരാ, ഉമ്മ ആരാ, പെങ്ങളാരാ, മക്കളാരാ, സഹോദരനാരാ, സഹോദരിയാരാ, ഇതൊന്നും അറിയാതെ അവനെല്ലാവരെയും കൊല ചെയ്യുന്ന ഒരു കാലഘട്ടം. അവനായിരിക്കും അവിടുത്തെ വലിയ മേൽക്കോയ്മ, ഞാനാണ് എല്ലാം എന്ന ഒരു ധാരണ അവനുണ്ടാകും. പക്ഷേ അവൻ ഒന്നുമല്ലാത്തവനാണ് എന്ന് ഹബീബായ ഷഫിയ റസൂലുള്ളാഹി തങ്ങൾ റവാഹു അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടിനെ നടുക്കിയ കൊലയാക്കിയ ഇതല്ലേ? ഇത് റസൂൽ തങ്ങൾ പറഞ്ഞതല്ലേ? ഇപ്പം ഈ റസൂലുള്ള എണ്ണി എണ്ണി പറഞ്ഞ ആളുകളെ തന്നെയല്ലേ കൊന്നത്? ഇത് ഇന്നലെ ഇറങ്ങിയ ഹദീസൊന്നുമല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണിത്. നമ്മളിതെന്നാ പഠിക്കുക? ഇതെന്നാ ചിന്തിക്കുക? ആരാ ഇതിൻ്റെ പിന്നിൽ? ലോകം മൊത്തം ആ വ്യക്തിയെ ശപിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇസ്ലാമിക സംസ്കാരമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മതം പഠിപ്പിച്ചു കൊടുത്ത് മക്കളെ നന്നാക്കുന്നതിനുള്ള പ്രചോദനം കൊടുക്കുന്നത്. ഒരേ ഒരു മതം ഇസ്ലാമാണ്. നിക്കാഹ് പഠിപ്പിച്ചു തന്നു. കുട്ടികൾ ജനിച്ചത് മുതൽ അവനെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് വരെയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുത്ത മതം പരിശുദ്ധമായ ഇസ്ലാമാണ്. പിന്നെ എവിടെയാ തെറ്റുപറ്റിപ്പോയത്? ആരാണ് നിന്റെ വാപ്പ എന്ന് പഠിപ്പിച്ചു കൊടുത്തത്? ഒരേ ഒരു മതം അത് ഇസ്ലാമേ ഉള്ളൂ. മദ്രസയിൽ വന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നിന്റെ ഉപ്പ ആരാണ്, നിന്റെ ഉമ്മ ആരാണ്, അവരോടുള്ള മഹത്വം എന്തെന്നും അറിയാൻ പറ്റുള്ളൂ. വേറെ ഒരിടത്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല. പക്ഷെ മക്കളെ വേണ്ടേ പഠിക്കാൻ? മക്കൾക്ക് അതിനുവേണ്ടി ഒരു പ്രചോദനം കൊടുക്കണ്ടേ ഈ മാതാപിതാക്കൾ? പാല് കൊടുത്ത കൈക്കല്ലേ അവൻ കടിച്ചത്? മുല കൊടുത്ത ഉമ്മയല്ലേ വെട്ടി അരിഞ്ഞിട്ടത്? നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈ ഉമ്മയോടുള്ള മഹത്വം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ മഹത്വം വളരെ ഹൈലൈറ്റ് ചെയ്ത് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. ഉപ്പയേക്കാൾ വളരെ മഹത്വം, നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഉമ്മ നിന്നെ കൊണ്ടു നടന്നത്. വളരെ വേദനയോടെയാണ് ഉമ്മ നിന്നെ കൊണ്ടു നടന്നത്. വളരെ നൊന്താണ് ആ ഉമ്മ നിന്നെ പ്രസവിച്ചത്. വളരെ ക്ഷീണം സഹിച്ചിട്ടാണ് ആ ഉമ്മ നിനക്ക് മുല തന്നത്. ഈ 2 വർഷക്കാലം ആ ഉമ്മ നിന്നെ മുലയൂട്ടി പാല് തന്ന് നിനക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന് നിനക്ക് വേണ്ടി ജീവൻ പണയം വെച്ചിട്ട് ആ ഉമ്മ നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ മകന്റെ ഭാഗത്ത് നിന്ന് ഉമ്മാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങൾ കൊണ്ടെത്തിക്കുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തള്ളിയിടുക, ഇല്ലെങ്കിൽ വിഷം കൊടുക്കുക, ഇല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുക, ഇല്ലെങ്കിൽ തലക്കടിച്ചു കൊല്ലുക. ചിന്തിച്ചു നോക്കി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ വാക്കതല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചോളി. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചോളി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് നൽകുന്ന ഏറ്റവും വലിയൊരു ഉപദേശമാണിത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് സംസ്കാരം കൊടുക്കേണ്ട ബാധ്യത ആരുടെ ബാധ്യതയാ? നമ്മുടെ ബാധ്യതയാണ്. നമ്മളാണ് പഠിപ്പിക്കേണ്ടത്, നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. പാപ്പയും ഉമ്മയും നിസ്കരിക്കാൻ വരുമ്പോൾ മക്കളും മക്കളുടെ വഴിക്ക് പോകട്ടെ എന്നല്ല. ഈ മക്കളുടെ ഇന്നല്ലാഹ യസ്അലുൽ വാലിദ അൻ വലദിഹി ഖബ്ല അൻ യസ്അല വലദഹു. ഓർത്തോ, എൻ്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരെ, ഈ മക്കള് അഹങ്കാരി തമ്മാടികളായി
ഇവിടെ വിളയാട്ടം നടത്തുമ്പോ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ഈ കുട്ടി മാതാപിതാക്കളോട് അവഗണന കാണിച്ചത് എന്തേ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം ഉപ്പയെയും ഉമ്മയെയും പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു തആല ചോദിക്കും, മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു, നിന്റെ മക്കളെ നീ ഏത് നിലയ്ക്കാ തർബിയത്ത് കൊടുത്തത്? മറുപടി പറഞ്ഞാൽ മതി. നമ്മൾ നല്ല നിസ്കാര ഇബാദത്തുള്ളവരായിരിക്കും, മക്കള് പിഴച്ചു നടക്കും, നമ്മൾ കരുതുന്നുണ്ട് നമുക്ക് നാളെ നേരെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന്. ഇല്ല, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അങ്ങനെ വിടൂല. അങ്ങനെ ഒരു വാപ്പായും ഒരു ഉമ്മയും പ്രതീക്ഷയെ വെക്കുകേ വേണ്ട. ഇന്നല്ലാഹ യസ്അലുൽ വാലിദ അൻ വലദിഹി, ആദ്യം ഖബ്ല അൻ യസ്അലഹു, മക്കളോട് ചോദിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളോട് ചോദിക്കുക, എങ്ങനെ നീ അവനെ വളർത്തിയത്, എങ്ങനെ എന്താ നീ അവനെ പഠിപ്പിച്ചത്, പറയാതെ മറുപടി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. ചിന്തിക്കുക സുഹൃത്തുക്കളെ, മനസ്സിലാക്ക്, ഇതൊക്കെ ഹദീസ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. നമുക്ക് ആരെയും നിർബന്ധിക്കും, നമുക്ക് മക്കൾക്ക് അമിതമായ സ്നേഹം കൊടുത്ത് അമിതമായ വിശ്വാസമർപ്പിച്ച് മക്കളെ അവളുടെ വഴിക്കങ്ങ് വിട്ട് കയറൂരി വിട്ട് നമ്മൾ വലിയ ഇബാദത്തും ദിക്റും ദുആയും ഒക്കെ ആയിട്ട് പള്ളിയിൽ കഴിഞ്ഞു കൂടുമ്പോൾ അവൻ അവിടെ തമ്മാടിയായി കഞ്ചാവ് കച്ചവടക്കാരനായിട്ട് ജീവിക്കുകയാണ്. അവനെക്കുറിച്ച് ആരാ ചോദിക്കാൻ? രാത്രി കിടക്കാനും പകല് തിന്നാനും അവൻ വീട്ടിലേക്ക് വരും. അവൻ ഉമ്മയുമില്ല, അവൻ ഉപ്പയുമില്ല. ഈ ജീവിച്ചിരിക്കുന്നത് ജീവച്ഛവങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. നീ എവിടെ പോയി? നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഇത്ര സമയം നീ എവിടെയായിരുന്നു? സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ നമുക്കൊരു ശ്രദ്ധ വേണ്ടേ? അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ വാപ്പാക്ക് ഒരു ശ്രദ്ധ വേണ്ടേ? വാപ്പാക്ക് എന്താ വിലയില്ലാതെ പോയത്? വാപ്പാക്ക് എന്താ വിലയില്ലാതെ പോയത്? 2 പൊട്ടീര് കൊടുക്കാൻ എന്താ വാപ്പാക്ക് ബുദ്ധിമുട്ട്? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മോനല്ലേ, അവനെ തർബിയത്ത് കൊടുത്ത് വളർത്തണ്ടേ? നമ്മുടെ സംവിധാനങ്ങളും ഭൗതിക സംവിധാനങ്ങളും നമ്മൾ നോക്കണ്ട. അതൊക്കെ ഇന്ന് നമ്മുടെ മക്കൾക്ക് യഥേഷ്ടം ജീവിക്കാനുള്ള സൗകര്യങ്ങളെ തുറന്നു. തൊടരുത്, അടിക്കരുത്, ഭീഷണിപ്പെടുത്തരുത്. ഏത് കുട്ടി നന്നാവും? ഏത് കുട്ടി നന്നാവും? സുഹൃത്തുക്കൾ, നരകം എന്ന ഒരു ശിക്ഷ ഇല്ല എന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ നമ്മൾ വല്ല ഇബാദത്ത് ചെയ്യോ? നമ്മൾ ഇബാദത്ത് ചെയ്യോ? ഒരു ശിക്ഷയില്ല എന്ന ഒരു തീരുമാനം, ഒരു ശിക്ഷയില്ല. ഇപ്പൊ നമ്മൾ ബെൽറ്റ് ഇട്ടില്ല, ഹെൽമെറ്റ് വെച്ചില്ല, നിയമം ഇല്ലായിരുന്നു. ഇപ്പൊ നിയമം വന്നു, എല്ലാവരുടെ തലയിൽ ഹെൽമെറ്റ് ആയില്ലേ? എല്ലാവരും ബെൽറ്റ് ഇടാൻ തുടങ്ങിയില്ലേ? എന്തിനാണ്? ഇല്ലെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് ഇത്ര പറ്റിയ. ഈ ഒരു നിയമം ഇല്ലെങ്കിലോ നമ്മൾ ഇടൂല, ഒന്നും ചെയ്യൂല. ശിക്ഷണ നടപടികൾ ഇല്ല എങ്കിൽ പേടിയുണ്ടാവൂല. അതാണ് ഈ ശിക്ഷണ നടപടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെക്കുറിച്ച് പഠിച്ചു, കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, നരകത്തിൽ നിന്ന് കാവൽ തേടി. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങളും കാവൽ തേടണേ, നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണേ എന്ന് നമ്മളോടാ പഠിപ്പിച്ചത്. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞിട്ട് നബി തങ്ങൾക്ക് താങ്ങാനാവാതെ, കഫാക്കയാ ജിബ്രീൽ, നിർത്തും, മതി, എന്നെ കൊണ്ടും പറ്റൂല, ഇനി കേൾക്കാൻ എനിക്ക് പറ്റൂല, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത് ആ നരകം ഉള്ളത് കൊണ്ടാണ്. നരകം എന്നൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ നോമ്പിൻ്റെ ആവശ്യമില്ല, എങ്ങനെയും ജീവിക്കാം, ഇബാദത്തിന്റെ ആവശ്യമില്ല. എന്തിനാണ് റമളാൻ മാസം തുടങ്ങുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ? എന്തിനു പറയണം? എന്തിനു പറയണം? അല്ലാഹുവേ, നീ സ്വർഗം നിന്നോട് ഞാൻ ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. അതിൻ്റെ അർത്ഥം എന്താ? എന്തിനാണ് അത് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? നരകം ഉള്ളത് കൊണ്ടല്ലേ. സുഹൃത്തുക്കളെ, നിസ്കാരം നിലനിർത്തിയില്ല എങ്കിൽ അതിൻ്റെ പേരിൽ ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ നമ്മൾ നമസ്കരിക്കാൻ വരുന്നത്. സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ നരകത്തിൽ പോകേണ്ടി വരുമെന്ന് അള്ളാഹ് പഠിപ്പിച്ചത് കൊണ്ടല്ലേ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. നോമ്പ് പിടിക്കാത്തവൻ ഒരു നോമ്പ് നീ വെറുതെ സാധാരണഗതിയിൽ ഈ നോമ്പിനെ നീ ഉപേക്ഷിച്ചാൽ 60 നോമ്പ് ഒന്നിന് ബദലായിട്ട് പണിഷ്മെന്റ് ആയിട്ട് നീ എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിനക്ക് മാരക ശിക്ഷ ആഖിറത്തിലുണ്ടെന്ന് അള്ളാഹ് പഠിപ്പിച്ചത് കൊണ്ടല്ലേ ഈ റമദാനിലെങ്കിലും നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നത്. ചിന്തിക്കും. അതുകൊണ്ട് റമദാനാണ്, മാർച്ച് മാസം പരീക്ഷയാണ്. മക്കളെ കൂടെ ശ്രദ്ധിച്ചു. അവൻ പഠിക്കുന്നില്ല, പഠിക്കുന്നെന്നും പറഞ്ഞിട്ട് അവൻ പള്ളിക്ക് വരാതിരിക്കും. പഠനത്തിൻ്റെ പേരും പറഞ്ഞ് അവൻ ഇബാദത്തുകൾ കുറയ്ക്കും. വാപ്പ ഒന്ന് ശ്രദ്ധിച്ചു, അവനോട് വീട്ടിൽ പഠിക്കുമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് ആരാ പഠിച്ചിട്ടൊക്കെ പരീക്ഷ എഴുതുന്നത്? ആരാ പരീക്ഷ എഴുതുന്നത്? അവനെയും കൂട്ടി പള്ളിയിൽ വാ, അവനുള്ളൊരു ശ്രദ്ധ ഉണ്ടാക്കുക. ആൺ പെൺ മക്കളോട് നമുക്കൊരു ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ അവർ പിഴച്ചാൽ ഫഇന്നമാ ഇസ്മുഹു അലാ അബീഹി, മാതാപിതാക്കളെ
മാതാപിതാക്കളെ മക്കൾ പിഴച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ശിക്ഷ മക്കൾക്ക് പകരം മാതാപിതാക്കൾ ഏറ്റെടുക്കണമെന്ന് നബീന റസൂലുള്ളാഹി. ഫഇന്നമാ ഇസ്മുഹു അലാ അബീഹ്, എൻ്റെ ശിക്ഷ ഏറ്റെടുക്കണം. ഇവിടെ കിടന്നാലും വിളിച്ചിട്ട് കാര്യമില്ല, ഇവിടെ കിടന്നാലും വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇസ്ലാമിക നിയമം പഠിക്കും. ഒരുത്തനെ കൊന്ന അവനെ കൊന്നേക്കണം, കൊല പിന്നെ ഉണ്ടാവില്ല. വിദേശ രാജ്യത്ത് എന്തിനാണ് ഈ ചെക്കിങ് നടക്കുന്നത്? നമ്മളൊക്കെ ഗൾഫിൽ പോകുമ്പോൾ എന്ത് ചെക്കിങ്ങാ? ഇച്ചിരി അലുവ കൊണ്ടുപോയാൽ അല്ലോ അതെടുത്ത് കീറി മുറിച്ചും ഒക്കെ നോക്കും. ഒരു തേങ്ങ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ എത്തിയില്ലേ? ഒന്നുകൊണ്ട് എന്താ സംഭവം? ഇതിനകത്ത് കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ചിട്ട് നീ കൊണ്ടുപോകുന്നറിയാനാണ്. കഞ്ചാവ് പിടിക്കപ്പെട്ടാൽ അവൻ്റെ തല വെട്ടി മാറ്റലാണ് അടുത്ത്, വേറെ പരിപാടിയൊന്നുമില്ല. തല വെട്ടി മാറ്റുക. അത്രയും കടുത്ത ഒരു ശിക്ഷാ നടപടിയാണ് വിദേശ രാജ്യങ്ങളിലുള്ളത്, ഈ CC-ലൊക്കെ ഉള്ളത്. അവിടെ എത്രയും ചോദിക്കുന്നത്, ഇത്രയും ടെസ്റ്റ് നടത്തുന്നത്. നമുക്കതില്ലല്ലോ. എവൻ കഞ്ചാവ് അടിച്ചാൽ എന്താ, എവൻ കുടിച്ചാൽ എന്താ, ചുമ്മാ ഇതിലെ കൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പുറത്തോട് ഇറക്കിയാൻ കൂടും. ഹലാസ്, തീർന്ന്. അവൻ പിന്നെ ഇതിനെക്കാളും നല്ല വീര്യം കൂടിയത് അന്വേഷിച്ചുകൊണ്ടിരും. ആ ഉള്ള സമയം ജയിലിൽ കിടന്ന് പോലീസിനെ അവൻ സ്വാധീനിക്കും, മറ്റവരെ സ്വാധീനിക്കും. സാറേ ഞാൻ ഒപ്പിച്ചുകൊണ്ട് തരാം, സാറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണടച്ച് ഇങ്ങനെ അങ്ങോട്ട് വിട്ടാൽ മതി. അങ്ങനെ വാ, എല്ലാവർക്കും ഫുലൂസ് മതി. പണത്തിക്കും മേലെ പരുന്തും പറക്കാതെ എങ്ങനെ നന്നാവുന്നായി പറയുന്നത്? അതുകൊണ്ട് നമ്മുടെ മക്കളെ വേണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓരോ വാപ്പായും ഉമ്മയും അവരവരുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തി. റമദാൻ വരുന്നു, ദുആ ചെയ്. അള്ളാഹു ഞങ്ങളുടെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ. ഇവിടെ ദുആ ചെയ്, മനസ്സിലാക്കി ദുആ ചെയ്, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്, പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്, ഇല്ലപോലെ ദുആ ചെയ്. അള്ളാഹ് നന്നാക്കി തരും, ഉറപ്പാണ്, ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഖുർആൻ നിങ്ങൾ അധികരിപ്പിക്കുകയും മക്കളോടും ഖുർആൻ ഓതാൻ പറയും. ഒരു ഖത്തമെങ്കിലും കുറഞ്ഞത് തീർക്കണം. അറിയില്ല എന്ന് പറയരുത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ, ളുഹർ നിസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ, അസർ നിസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ, ഇശാ നമസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ. 10 പേപ്പറാണ് ഒരു ജുസു. ഈസിയാണ്. 30 ദിവസം കൊണ്ട് 30 ജുസു ഓതി തീർക്കാം. ഒരു നിയത്ത് വെച്ചോളി. നാളെ ആഖിറത്തിലെത്തുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖുർആൻ പഠിച്ചവനോ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അള്ളാഹ്. ഇഷ്ടം പോലെ അട്ടിയടിക്കി വെച്ചിട്ടുണ്ട്, തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അള്ളാഹ് എന്ന് പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഖുർആൻ എല്ലാവരും ഓതി. പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം. റമദാൻ മാസമാണ്. ഒരു മാസമെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, സൂക്ഷിച്ചാൽ അവരവർക്ക് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെറുതെ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല, പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. അവൻ്റെ വായി നോമ്പാകണം, നാവ് നോമ്പാകണം, കണ്ണ് നോമ്പാകണം, കാത് നോമ്പാകണം, വയറ് നോമ്പാകണം. ഇതാ നോമ്പ്. ഈ ചൂടത്ത്, കൊടും ചൂടത്ത് നോമ്പ് പിടിച്ച് തുപ്പലൊക്കെ വറ്റി വരണ്ട് വായിലൂടെ സ്മെല്ലടിച്ച് നമ്മളൊരു 4 മണി 5 മണി ആകുമ്പം വെറുതെ സംസാരങ്ങളും അനാവശ്യ സംസാരങ്ങളും ഒക്കെ നടത്തി ആ രാവിലെ മുതൽ അത്രയും സമയം കാത്തു സൂക്ഷിച്ച നമ്മുടെ എല്ലാ പവിത്രതകളെയും നമ്മൾ നശിപ്പിച്ച് കളയും ഒരു ചെറിയ സംസാരത്തിലൂടെ. അത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ നിന്നെ ചീത്ത വിളിച്ചാൽ നീ പറയണം, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. ഹലാസ്, മറുപടി പറയാൻ പോകണ്ടെന്നതിൻ്റെ അർത്ഥം. നിന്നെ അടിച്ചാൽ ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. ഹലാസ്. ഏറ്റവും കൂടുതൽ പ്രഷർ കൂടുന്നത് നോമ്പിനാണ്. അതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സബറാക്കണമെന്ന് പറയുന്നത്. ആ സബറിൻ്റെ പ്രതിഫലം സ്വർഗം. 29 നോമ്പും സൂക്ഷിക്കും, 30ാമത്തെ ദിവസം ചൂടാവും, വയലൻ്റായി. ഇത് 29 നോമ്പ് ഡിലീറ്റായി പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം ഇൻഷാ അള്ളാഹ്. എല്ലാവരും റമദാനിൽ സൂക്ഷിക്കുക. പിന്നെ കഴിവതും നമ്മൾ സദഖകൾ ചെയ്യണം. കുടുംബക്കാരെ പോയി കാണണം. ഈത്തപ്പഴമൊക്കെ മേടിച്ച് കുടുംബക്കാർക്കെല്ലാം കൊണ്ട് കൊടുക്ക്. എല്ലാവരെയും ഒന്ന് കണ്ടൊരു സന്തോഷിച്ച് അവർക്കൊക്കെ ഒരു ചെറിയ ഹദിയകളൊക്കെ കൊടുത്ത് ഒരു സലാമൊക്കെ പറഞ്ഞ്, ഉമ്മ, മാമി, കൊച്ചാപ്പ, മൂത്താപ്പ, അണ്ണേ, തമ്പി, റമദാൻ മാസമൊക്കെ വരുമല്ലോ, ഇൻഷാ അള്ളാഹ് നിങ്ങൾ ദുആ ചെയ്യണേ, ആത്മാർത്ഥമായി ദുആ എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ എടുക്കുക. അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ മൗത്താക്കളുടെ ഖബറുകളൊക്കെ പോയി സന്ദർശിക്കുക. പാപ്പ, ഉമ്മ മരണപ്പെട്ടവർ ഖബറുകളൊക്കെ ഒന്ന് കണ്ട് സിയാറത്ത് ചെയ്യും. അകന്ന ബന്ധങ്ങളെയൊക്കെ പോയി ഒന്ന് അടുപ്പിക്കാനൊരു പരിശ്രമം നടത്തും. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ റമദാനിൽ കഞ്ഞി വയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളും ചെയ്തു കൊടുക്കുക ഇൻഷാ അള്ളാഹ്. അതാണ് ഏറ്റവും നല്ല കാര്യം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാം. പറഞ്ഞാൽ അനുസരിക്കുമല്ലോ, എല്ലാവരും അനുസരിച്ച് അവരവർക്ക് കൊള്ളാം. അബൂബക്കർ അനുസരിച്ച് അബൂബക്കറിനും കൊള്ളാം, നിങ്ങളനുസരിച്ച് നിങ്ങൾക്കും കൊള്ളാം. കാരണം നിങ്ങളെക്കുറിച്ച് എന്നോടും ചോദ്യം ഉണ്ടാവില്ല, എന്നെക്കുറിച്ച് നിങ്ങളോടും ചോദ്യം ഉണ്ടാവില്ല. എല്ലാവരും അവരവരെക്കുറിച്ചുള്ള ചോദ്യമാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോയിൽ ഒരു സലഫി പണ്ഡിതൻ മൗലവി നമ്മളെ പ്രസംഗിച്ചതിനെ അടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് തിരുവനന്തപുരത്ത്
ഇങ്ങനെ ഒന്ന് കാണിച്ച് അതിൻ്റെ കുറേ ആളുകൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഇതെന്താ ഉസ്താദ്, നമ്മൾ ഈ മെമ്പറിൽ മെഹ്റാബിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കള്ളത്തരം വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളങ്ങനെ കേൾക്കാം, ആൾക്കാർ കേൾക്കാൻ വേണ്ടി വരുന്നവരല്ലേ. അപ്പോൾ ഈ വിഡ്ഢിത്തരം വിളിച്ചു പറയുന്നു, വിവരമില്ലായ്മ വിളിച്ചു പറയുന്നു എന്ന നിലയിൽ അദ്ദേഹം കുറേ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിന് മറുപടി കൊടുക്കാത്തതാണ്. കാരണം എനിക്ക് മറുപടി കൊടുക്കുന്ന ശൈലി എനിക്കിഷ്ടമല്ല. ഞാനീ 10-28 വർഷമായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പ്രസംഗിക്കുന്ന ആളാണ്. ഞാനത് ഹദീസും ഖുർആനും തഫ്സീറുകളും വളരെ ഗഹനമായി ഗവേഷണം നടത്തി അതിൻ്റെ സംശയങ്ങൾ പണ്ഡിതന്മാരുമായിട്ട് പങ്കുവെച്ച് ഇത് സഹീഹാണ് അല്ലെങ്കിൽ കൊള്ളാം, പറയാം, നമുക്ക് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന ഒരവസ്ഥ എത്തുമ്പോഴേ ഞാൻ പറയാറുള്ളൂ. അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതാരെങ്കിലും തിരുത്തി തരും, അത് അപ്പോഴും നമ്മളത് ഒഴിവാക്കുകയും ചെയ്യും. മനുഷ്യനാണല്ലോ, ഇപ്പം എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ നമ്മൾ. നമുക്കിപ്പോൾ ലൗഹുൽ മഹ്ഫൂളിൽ നിന്നൊന്നും നമുക്കിപ്പം ഇൽമ ഇറങ്ങി വരാറില്ല. മഹാന്മാരൊക്കെ എഴുതി വെച്ച കിതാബുകൾ നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതും ഈ ആലിമീങ്ങളാകുന്നതും ഈ പ്രബോധനം ചെയ്യുന്നതും. എല്ലാം അങ്ങനെ തന്നെയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ നമുക്കുണ്ട്. ഏറ്റവും വലിയ തഫ്സീർ തബരിയാണ്. പിന്നെ തഫ്സീർ ഇബ്നു അബി ഹാത്തം, പിന്നെ പല പല തഫ്സീറുകൾ, ധാരാളം തഫ്സീറുകളുണ്ട്. ആയിരക്കണക്കിന് തഫ്സീറുകളുണ്ട്. പല പണ്ഡിതന്മാരും മഹത്തുക്കളും എഴുതി വെച്ച തഫ്സീറുകളുണ്ട്. ഇപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു ആയത്ത് ഓതിയാൽ അതെന്താണ്, ആ ഹംദ് എന്താണ്, ആരാണ് റബ്ബ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പലരുടെയും പല ബുദ്ധിപരമായിട്ട് അവരത് ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ പല ഹദീസുകളും പല തഫ്സീറുകളും നോക്കുമ്പോൾ പല ഇൽമുകൾ നമുക്ക് കിട്ടും. അങ്ങനെ പല നിലയ്ക്കും അത് ഗവേഷണം നടത്തിയിട്ടായിരിക്കും നമ്മൾ ഒരുപക്ഷെ പഠിക്കുന്നത് അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സ്വന്തമായി ഇന്ന് ഈ മിമ്പറിൻ്റെ മുന്നിൽ മെഹ്റാബിൻ്റെ മുന്നിൽ അബൂബക്കർ സ്വന്തമായി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ഹദീസും ഒരു ആയത്തും ഓതാറില്ല. ഇന്ന് വരെ ഓതാറുമില്ല, ഓതിയിട്ടുമില്ല, ഓതുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അനാവശ്യമായി ഒരാൾ ഒരു ഹദീസ് പ്രചരിപ്പിച്ചാൽ അവൻ്റെ സങ്കേതം നരകമാണെന്ന് നബിയാ പഠിപ്പിച്ചത്. ഈ പഠിപ്പിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പഠിപ്പിക്കപ്പെട്ട ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുമോ? നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ഹദീസ് നബിതങ്ങൾ പറയാത്ത ഒരു ഹദീസ് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ നാളെ നരകത്തിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകുമോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. പിന്നെ ഹദീസുകൾ സഹീഹാകാം, ലഈഫാകാം, ബലഹീനമാകാം. ബലഹീനമായ ഹദീസുകൾ പറയുന്നത് കൊണ്ട് അമൽ ചെയ്യാൻ ആളുകൾക്ക് പ്രചോദനമുണ്ടെങ്കിൽ അത് പറയാമെന്ന് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൗളൂആയ ഹദീസുകൾ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കെട്ടിച്ചമച്ച ഹദീസുകൾ അത് ഷിയാക്കളുടെ ഭാഗത്തുനിന്ന് വരും, അല്ലെങ്കിൽ പല ഭാഗത്തുനിന്ന് വരും. നബിതങ്ങൾ പറയാത്ത മൗളൂആക്കപ്പെട്ട ഹദീസുകൾ എന്നാണ് അതിന് പറയപ്പെടുന്നത്. അത് നമ്മൾ സൂക്ഷിക്കണം, അത് നമ്മൾ പറയാൻ പാടില്ല. ഇനി ഒരു ലഈഫായ ഹദീസ് ഒരു ഇബാദത്തിന് വേണ്ടി, ഒരു പ്രചോദനത്തിന് വേണ്ടി പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല, ഒരു തെറ്റുമില്ല. ഒരു ഇബാദത്ത് ചെയ്യാനാണ്, അവനൊരു പ്രചോദനമാണ്. ചിലപ്പോൾ ഹദീസ് ശരിയായിരിക്കും, ഇത് റിപ്പോർട്ട് ചെയ്ത റാവി ലഈഫായിരിക്കും, ബലഹീനനായിരിക്കും. ഞാനിവിടെ സൂചിപ്പിച്ചു, അന്ന് ഞാനിവിടെ പ്രഭാഷണം നടത്തിയത് കുടുംബജീവിതമാണ്. കുറേ നാളായിട്ട് സംസാരിച്ചു വന്നു. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളെ, കടപ്പാടുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിൻ്റെ മുൻപിൻ ഭാഗങ്ങളൊക്കെ നോക്കണം. അങ്ങനെ ഒരു ഭർത്താവിനോടുള്ള കടമ ഒരു ഭാര്യയ്ക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഹദീസുകളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും പറഞ്ഞില്ല. തഫ്സീർ റൂഹുൽ ബയാൻ അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ അൽ ഹഖി അൽ അന്ദലൂസി അൽ ഹനഫി പണ്ഡിതൻ റഹ്മഹുല്ലാ, അദ്ദേഹം എഴുതിയ ഒരു തഫ്സീറാണ് തഫ്സീർ റൂഹുൽ ബയാൻ എന്നുള്ളത്. ആ തഫ്സീർ എടുത്തു വെച്ച് നോക്ക്. ഈ വിനീതം പറഞ്ഞത് അടിവരയിട്ട് അതിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല, കുറേ ഉപദേശ നബിതങ്ങൾ ആയിഷ ബീവിക്ക് നൽകുന്നുണ്ട്. യാ ആയിഷ, യാ ആയിഷ, യാ ആയിഷ, യാ ആയിഷ എന്ന് കുറേ ഉപദേശങ്ങൾ അതിന് മുമ്പുമുണ്ട്, അതിന് ശേഷമുണ്ട്. അതിനിടയ്ക്കുള്ള ഒരു ഭാഗമാണ് എടുത്തത്. ഏതെങ്കിലും ഒരു പെണ്ണ് നമസ്കാരം കഴിഞ്ഞ് അവൾക്ക് ദുആ ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തില്ല എങ്കിൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തിലേക്ക് എറിയപ്പെടും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താ? വിവരമുള്ളവർ ഇതൊന്നും പറയൂല. കാരണം ഒരു കാര്യത്തിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാക്കാണ്. ഞാൻ മറ്റൊരു ഹദീസ് നിങ്ങളോട് പറയാം. ഒരു ഭർത്താവിന് ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാപ്പ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ മകൾ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല,
കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതെന്താ പെണ്ണെ നിനക്ക് വിവാഹം കഴിക്കാത്ത? നബിയെ, ഒരു ഭർത്താവിൻ്റെ ബാധ്യത എന്തെന്ന് അറിയാത്തിടത്തോളം കാലം ഞാൻ വിവാഹം കഴിക്കൂല, അത് പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ഭർത്താവിൻ്റെ മൂക്കിൽ നിന്ന് ഒഴുകുന്ന മാലിന്യം, ചലം, അവൾ അത് നക്കിയെടുത്താൽ പോലും ഒരു ഭർത്താവിനോടുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാവുകയില്ല, പൂർത്തിയാവുകയില്ല, അത് പൂർത്തീകരിക്കാൻ പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും നമ്മുടെ ഭാര്യമാർ, നിങ്ങളുടെ ഇത്രയും പേരുടെ ഭാര്യമാർ, നിങ്ങളുടെ ആരുടെയും മൂക്കിൽ നിന്ന് അല്പമെങ്കിലും നക്കിയെടുത്തായിട്ട് ചരിത്രം കാണിച്ചു തരാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്തിനാണ്? നമ്മൾ ആരും ചെയ്യൂല, എല്ലാവർക്കും വെറുപ്പുള്ള കാര്യമാണ്. ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ ഭാര്യയുടെ മുന്നിൽ പോയി മൂക്കിലൊന്ന് കൈയിട്ട് നോക്ക്, ഇളുപ്പ്, കൈ കൊണ്ട് കൈയിട്ട് വാ, ഡെറ്റോളി കൈയിട്ട് വരാനാ പറയാ. അത്രയ്ക്ക് എളുപ്പമാണ് അവൾക്ക്. പക്ഷെ ആ എളുപ്പുള്ള ഭാഗത്ത് പോലും നിന്റെ നാവ് കൊണ്ട് നക്കിയെടുത്താലേ നീ ഒരു ഭർത്താവിനോടുള്ള ബാധ്യത പൂർത്തിയാവൂ എന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ ആരും അത് നക്കാനും കുടിക്കാനും അല്ല പറഞ്ഞത്. അത്രയ്ക്കും ബാധ്യത ഒരു പെണ്ണിന് ഭർത്താവിനോടുണ്ട്. അടുക്കളയിൽ പണിയെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അടുപ്പിന്റെ ചുവട്ടിലാണ്, വലൗകാനത്ത് അല തന്നൂർ, അവൾ അടുപ്പിന്റെ ഭാഗത്ത് നിൽക്കാണ്. ഒരു ഭർത്താവ് വന്നിട്ട് പറയുന്നു, എടി എനിക്ക് നിന്നെ ഒന്ന് അല്പസമയം വേണം, വാ ബെഡ്റൂമിലേക്ക് വാ, എനിക്ക് ശാരീരികമായി എനിക്കൊരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ്, ശാരീരികമായി ഹലാലാണ്. അങ്ങനെ ഒരു ഭർത്താവ് ആഗ്രഹിച്ചാൽ അവൾ ഓടിപ്പോകണം, അവിടെ ഗ്യാസ് സിലിണ്ടർ ഓഫാക്കിയിട്ട് പോകണം എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചത് എന്തിനാ? ആ സമയത്ത് അടുക്കള നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ നമ്മൾ പോയി പ്രാപിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. അടുക്കളയിൽ അത്ര പണിയെടുത്ത് നിൽക്കുന്ന സമയത്തും ഒരു ഭർത്താവിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചാൽ ഉടനെ അവൾ അതിന് തയ്യാറാകണം. അത്രയ്ക്കും ബാധ്യത അവൾക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല അടുക്കള നിൽക്കുന്ന പെണ്ണുങ്ങളെ നമ്മൾ പോയിട്ട് പിടിച്ചോണ്ട് പോകാന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിനേക്കാളും ഗൗരവത്തോട് നബി തങ്ങൾ വീണ്ടും ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ്, അവൾ ഗർഭിണിയാണ്, പ്രസവിക്കാൻ എത്തി, അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടെത്തി, വലു അല ഖത്തബ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ വിവാദ ആളുകൾ ഉണ്ടാക്കിയതാണ്. പ്രസവിക്കാൻ എത്തിയ പെണ്ണിനോട് ശാരീരികമായി നമുക്കൊരാഗ്രഹം തോന്നിപ്പോയാൽ ആ സമയത്തും അവൾ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ സമയത്തും ഒരു ഭർത്താവ് ആഗ്രഹിക്കുകയില്ല, ഒരു ഭർത്താവിൻ്റെ മുന്നിൽ ആ സമയത്ത് അവൾ അതിനുവേണ്ടി വശംവദയാവുകയുമില്ല. പിന്നെ എന്ത് സംഭവിച്ചു? നബിതങ്ങൾ പറഞ്ഞ ബാധ്യത. ആ സമയത്ത് പോലും ഒരു ഭർത്താവിനോട് ഒരു ഭാര്യയ്ക്ക് ബാധ്യതയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഹദീസിൽ നമുക്ക് കാണാം, മൻ തറക സ്വലാ ഫഖദ് കഫറ. ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ച് അവൻ കാഫറായി എന്ന് പറഞ്ഞാൽ കാഫറായോ? നമ്മുടെ ജമാഅത്തിൽ എത്ര എണ്ണം കാഫറായി? നമ്മുടെ സമുദായം എത്ര എണ്ണം കാഫറായി? എന്നാ അതിന്റെ അർത്ഥം എന്താ? നിസ്കരിക്കാത്തതെല്ലാം കാഫറായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ കുറ്റമുണ്ടാകും, അതിനെ നിഷേധിച്ചാലേ അത് കാഫറാവുള്ളൂ. മൻ ജഹദ, നമസ്കാരം ഒന്നും ഇല്ലടേ എന്ന് പറഞ്ഞാലേ അവൻ കാഫറാവും. നമസ്കാരം ഒഴിവാക്കിയത് കൊണ്ട് അവൻ കാഫറാവും എന്ന് നമുക്ക് പറയില്ല. പക്ഷേ ഹദീസിൽ നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫറാവും എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം വേറെയാണ്. നമ്മളിവിടെ പറഞ്ഞത് ഒരു ഭർത്താവിനോടുള്ള കടമയാ. ഒരു ഭാര്യ നമസ്കാരം കഴിഞ്ഞ് അവളെക്കാൾ മുന്തിക്കേണ്ടത് തൻ്റെ ഭർത്താവിനെയാണ്. ദുആ ചെയ്യണം ആ ഭർത്താവിന് വേണ്ടി. ഇല്ലെങ്കിൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് എറിയപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ തഫ്സീർ വിശദീകരിച്ചിട്ടുണ്ട്. ലൈസ മഖ്സൂദുഹാ ബുത്ലാനു സ്വലാത്തിഹാ വലാകിൻ ഹിർമാനു സവാബിഹാ. അതിന് താഴെ എഴുതിയിട്ടുണ്ട്, നീ നിസ്കാരം കൊണ്ട് ഈ എറിയപ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്നല്ല, അതിൻ്റെ സവാബ് കുറയും. ഒരു ഭർത്താവിനെ അവഗണിച്ചാൽ അതിൻ്റെ സവാബ് കുറയും. അതാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെ ഉലമാക്കൾ എഴുതി വെച്ചതാ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അംഗീകൃത കിതാബാണ്, ഗ്രന്ഥമാണ് റൂഹുൽ ബയാൻ തഫ്സീർ. സുന്നി പണ്ഡിതന്മാർ, സുന്നി ലോകം അംഗീകരിക്കുന്നവരാണ്. ഞാനൊരു സുന്നിയാണ്. സുന്നി പണ്ഡിതന്മാര് എഴുതിയ കിതാബുകളാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. മദ്ഹബ് 4 മദ്ഹബിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മദ്ഹബിനെ അംഗീകരിക്കാത്ത വ്യക്തിയല്ല. ഈ മദ്ഹബിൽ തന്നെ ഷാഫി ഇമാം, ഹനഫി ഇമാം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ആ ഉലാമസ്തുമുൻ നിസ എന്ന് ഖുർആനിലുണ്ട്. ഒരാള് പെണ്ണിനെ ലമസ എന്ന് പറഞ്ഞാൽ തൊട്ട എന്ന് പറഞ്ഞാൽ തൊടുക. അത് ഹനഫി ഇമാം ആ ആയത്തെടുത്തിട്ട് തൊടുക കൊണ്ടുള്ള ഉദ്ദേശം അവളെ ജിമാ ചെയ്യുക, ശാരീരികമായി ബന്ധപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിന് കുളി നിർബന്ധമാണ്, ഒളു മുറിയൂല.
ഹനഫി ഇമാമിന്റെ അഭിപ്രായം ഇതാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഹദീസുകൾ ഗവേഷണം നടത്തി അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഷാഫി ഇമാം തീരുമാനം എടുത്തു, തൊടുക എന്ന് പറഞ്ഞാൽ ഒളുവ് മുറിച്ചു കളയും. അതുകൊണ്ട് ഒരു പെണ്ണിനെ ഒരാണ് അന്യപുരുഷൻ തൊട്ടാൽ അവൻ്റെ ഒളുവ് മുറിഞ്ഞു പോയി. അവിടെ മാന ഉദ്ദേശിക്കുന്നത് ഒളുവെടുക്കലാണ്, കുളിക്കലല്ല. ഇതാണ് ഷാഫി ഇമാം എടുത്തത്. ഹനഫി ഇമാം, അതുകൊണ്ട് ഹനഫിയാക്കൾ പരസ്പരം പെണ്ണുങ്ങളെ തൊട്ടാൽ ഒളുവ് മുറിയുന്നില്ല, ഷാഫിയാക്കൾ തൊടുമ്പോൾ ഒളുവ് മുറിയും. ഇത് അവരുടെ അഭിപ്രായമാണ്, ഖുർആന്റെ അർത്ഥമാണ്. അതേപോലെ സലാസത്ത് ഖുറു എന്ന് പറയുന്നു. ഉദാഹരണം ഞാൻ പറയുകയാണെന്നുള്ളൂ. സലാസത്ത് ഖുറു ഒരാൾ ഒരു പുരുഷൻ, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് തലാഖ് ചൊല്ലി 3 ശുദ്ധി വരെ അവൾ കാത്തിരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. അതിന് ഖുറു എന്ന വാക്കാണ്, പദമാണ് ഖുർആനിൽ ഉപയോഗിക്കുന്നത്. ഖുറു എന്ന് പറഞ്ഞാൽ അത് ശുദ്ധി എന്നും അത് അശുദ്ധി എന്നും ഉപയോഗിക്കുന്നുണ്ട്. ശുദ്ധി എന്ന് ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹു തആല അൻഹു, അത് ഹൈള് എന്ന് ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി. പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായങ്ങളാണത്. അതിനും ഹദീസുണ്ട്. ഷാഫി ഇമാമിനും ഹദീസുണ്ട്, ഹനഫി ഇമാമിനും ഹദീസുണ്ട്. ഇത് ഇമാമിയങ്ങൾ വെറുതെ ഉള്ളവരല്ല. അവർ ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച് ഗവേഷണം നടത്തി കഷ്ടപ്പെട്ട് അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളാണിതെല്ലാം. ഒരു തഫ്സീർ എഴുതുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ഹദീസുകളും ഖുർആനും ഹദീസിൽ നിന്നും ഗവേഷണം നടത്തിയിട്ടാണ് ഈ ഹദീസുകൾ എഴുതുന്നത്. ഒരുപക്ഷെ പദത്തിന് വ്യത്യാസം വന്നാൽ ആശയം ഒന്നായിരിക്കും, ആശയത്തിന് വ്യത്യാസം വന്നാൽ പദം അവിടെ റെഡിയായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ താരതമ്യേന ചിലപ്പോൾ ഒരു വ്യത്യാസം വന്നാലും ഇതിൻ്റെയൊക്കെ മാന, അർത്ഥം, ആശയം ഹദീസ് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇത് മാത്രമല്ല, അതിനടിയിൽ കുറേ ഉപദേശങ്ങൾ ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ശരി, ഈ സലഫി മനുഷ്യന് ഇനി നമ്മൾ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ വിവരക്കേടാ വിളിച്ച് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഒരു ഫോൺ വിളിച്ച് പറഞ്ഞു, അല്ലോ സഹോദര, നിങ്ങളാ പറഞ്ഞത് തെറ്റാണ്, ആ ഹദീസ് തിരുത്തണം. വല്ലാഹി സത്യം, അത് തെറ്റാണെന്ന് എനിക്കും ബോധ്യം. ഈ മെമ്പറിൽ വന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തെറ്റായിരുന്നു കേട്ടോ അബീബെ, നിങ്ങളത് മാപ്പാക്കി തിരുത്തണമെന്ന് ഞാൻ പറയും. എനിക്ക് പേടിയ അള്ളാഹുവിനെ. എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും എനിക്ക് പേടിയില്ല. എനിക്ക് അള്ളാഹുവിനാണ് എനിക്ക് പേടി. ഞാൻ തെറ്റ് എത്രയോ പേര് തിരുത്തിയിട്ടുണ്ട് എന്നെ. ഞാനതിവിടെ ഒന്ന് പറയും, അവർക്കൊണ്ട് ദുആ ചെയ്യും. ഇന്നത്തെ ഈ കമ്മ്യൂണിക്കേഷൻ സമയത്ത് പരസ്യമായിട്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പള്ളിയിലെ ഇമാമിനെയും കൊണ്ടിട്ട് വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്ത് ആക്ഷേപിക്കല് ശുദ്ധ വിഡ്ഢിത്തവും വിവരമില്ലായ്മയാണ്. പണ്ഡിതന്മാർക്ക് യോജിക്കാത്ത പരിപാടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരാളെയും പരിഹസിക്കാൻ ഇസ്ലാമോ ഖുർആനോ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെയും ഹദീസിന്റെയും വിവരമില്ലായ്മയുടെ അടയാളങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ പരസ്യമായിട്ട് കൊണ്ടുപോയി നാണം കെടുത്തുന്നത്. അത് വിവരമില്ലാത്തതിന്റെ അടയാളമാണ്. ധൈര്യമാണെങ്കിൽ വാ, നേരിട്ട് വാ, ആയത്തുകളും ഹദീസുകളും വെച്ച് നമുക്ക് സംവദിക്കാൻ നമ്മൾ തയ്യാറാണ്. വെറുതെ ഒന്നും ആവശ്യമില്ലാതെ ഈ ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഈ പള്ളിയിൽ മിമ്പറിന്റെ മെഹ്റാബിന്റെ മുന്നിൽ വെച്ച് എനിക്ക് വായിൽ വരുന്നതൊന്നും ഞാൻ വിളിച്ചു പറയൂല, ഒരിക്കലും അത് പറയൂല. വളരെ സൂക്ഷ്മമായി ഒരു ജുമാക്ക് ഒരു ഹദീസ് പറയണമെങ്കിൽ തന്നെയും ഞാനത് പഠിച്ചിട്ട് ആലിമീങ്ങളോട് ചോദിച്ചിട്ടേ അത് ഞാൻ സംസാരിക്കാറുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ. അതിന് ഈ പരസ്യമായിട്ട് ജനങ്ങളെ അവഹേളിക്കാൻ, എന്നേന്നല്ല ഒരാലിമിനെയും ഒരു സമൂഹത്തെ അവഹേളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ തിരുവനന്തപുരം തട്ടകത്തിൽ വന്ന് തന്നെ അതെടുത്ത് ഒരുപാട് പേരങ്ങ് എനിക്ക് വിട്ടുതരുന്നു, അവർക്ക് വിട്ടുതരുന്നു, അവർക്ക് വിട്ട്, ഇതൊക്കെ എന്നേ ഞാൻ വന്നതാണ്. ഞാൻ പിന്നെ മിണ്ടാതിരുന്നാണ്. പിന്നെ നമ്മുടെ തട്ടകത്തിൽ വന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എന്നെ പ്രതീക്ഷിച്ച് ഇവിടെ വരുന്നവർ ഈ മൊയ്ലിയാർ ചുമ്മാ പൊട്ടത്തരം നമ്മുടെ മുന്നിൽ വിളിച്ച് പറയുകയാണല്ലോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയതാണ്. അള്ളാഹു എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് അമിതമായി ഇഷ്ടപ്പെടാത്തതിൻ്റെ മാപ്പാക്ക് അള്ളാഹു ഹക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളോട് ഇനി ഞാൻ പറയുന്നു, ഞാൻ ഇൻഷാ അള്ളാഹ് ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്ന ഒരു ഹദീസോ ഒരായത്തോ അല്ലെങ്കിൽ സംഭവമോ അതിന് വ്യക്തമായി തെളിവോടുകൂടിയേ പറയൂ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്ക്, ഞാൻ ആ കിതാബടക്കം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇൻഷാ അള്ളാഹ്. അല്ല, സോഷ്യൽ മീഡിയയിലൊന്നും വരണ്ട, നേരിട്ട് വാ, കാണിച്ചു തരും. ഞാൻ ഹയാത്തോടു കൂടി ഈ തൊണ്ടക്കുഴിയിൽ ഹയാത്തുള്ളിടത്തോളം കാലം ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. എനിക്ക് പണ്ഡിതന്മാർ എഴുതി വെച്ചത് എനിക്കറിയാവൂ. എനിക്ക് സ്വന്തമായിട്ട് കിതാബ് എഴുതാനുള്ള കഴിവില്ല, സ്വന്തമായിട്ട് എനിക്ക് വിശദീകരിക്കാനുള്ള കഴിവും എനിക്കില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ വശംബദരാകരുത്. അവർക്ക് ദുആ ഒന്നും വേണ്ട. ഒന്നാമതേ ഭാര്യമാർ ദുആ ചെയ്യുന്നില്ല. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കേട്ടാ നമ്മളെ പാടേ മറക്കും. ദുആയേ പിന്നെ ചെയ്യൂല കെട്ടിയോമാർക്ക് വേണ്ടി. ഇവളുമാരുടെ ദുആയാണ് നമുക്ക് വേണ്ടത്.
അതുകൊണ്ട് ദുആ ഇല്ലാത്ത വർഗത്തിനോട് പറയുന്നത് നമ്മൾ കേൾക്കണ്ട. എല്ലാവരും ദുആ ചെയ്യും. നബിതങ്ങൾ ദുആ ചെയ്തു, സഹാബത്ത് ദുആ ചെയ്തു, സലഫുകൾ ദുആ ചെയ്തു, ഖലഫുകൾ ദുആ ചെയ്തു, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ ദുആ ചെയ്തു. എല്ലാവരും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ദുആയോട് ആയിഷ റളിയല്ലാഹു അൻഹ ദുആയുടെയൊക്കെ ചരിത്ര ഹദീസിൽ കാണാം നമുക്ക്. അതുകൊണ്ട് ദുആ ചെയ്യും. ഭാര്യമാരോടും പറയും ദുആ ചെയ്യാൻ, ഭർത്താക്കന്മാരോടും നിങ്ങൾ ദുആ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്താ പറഞ്ഞേ? പേപ്പർ മോദി മരണപ്പെട്ട മാതാപിതാക്കൾക്കും